നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 8ഓളം വിവിധ കമ്പനികളിലെ തൊഴിൽ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ കൂടുതലും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളാണ്. TCSലേക്ക് ഫ്രഷേഴ്സിന് ഒരു വമ്പൻ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സൈബർ പാർക്കിലേക്ക് ഡേറ്റ എൻട്രി ജോലികൾ, അങ്ങനെയുള്ള അവസരങ്ങൾ. അതല്ലെങ്കിൽ ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് തുടക്കക്കാർക്ക് 85,000 രൂപ ശമ്പളമുള്ള അവസരങ്ങൾ. ഏതാണ്ട് 3 കമ്പനികളിലെ IT മേഖലയിലെ അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വെബ്സൈറ്റ് jobsbridge.com സന്ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ 8 കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ നേരിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ അവസരം മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു കമ്പനിയാണ് മണപ്പുറം. ഇവര് IT-യിലെ വിവിധ റോളുകളിലേക്ക് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ASP.NET, .NET Core, Angular, Flutter, UI UX ഡിസൈനിങ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് iOS ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, സോഴ്സ് കോഡ് റിവ്യൂവർ, ഇങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. അതിലേക്ക് ബിടെക്കുകാർക്കും, അത് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ MCAക്കാർക്ക് അല്ലെങ്കിൽ MTechകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അവർക്ക് ഈ ടെക്നോളജികളിലേക്കാണ് ഹയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ടെക്നോളജികളിൽ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകും. അവിടെ പോയിട്ട് മണപ്പുറം എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം ലഭ്യമായിരിക്കുന്നത് സൈറിസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ്. ഇവര് 3ഓളം തസ്തികകളിൽ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇന്റർവ്യൂവിലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, BTech, അത് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ പഠിച്ചവർക്കായിരിക്കും അവസരമുള്ളത്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ട് പഠിച്ചവർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെയുള്ള ബ്രാഞ്ചിൽ BTechോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. 3 തസ്തികയിലായിരിക്കും ഹയറിങ്. ഒന്ന് ജൂനിയർ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. ഒരു 6 മാസം മുതൽ 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒട്ടനവധി ലൊക്കേഷനുകളിൽ ഒഴിവുകളുണ്ട്. സീനിയർ ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇത് ജൂനിയർ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ്. സീനിയർ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 4 to 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ട് വരും. അത് ട്രിവാൻഡ്രം ലൊക്കേഷൻ മാത്രമേ വേക്കൻസി ഉള്ളൂ. ഇനി ടെക്നിക്കൽ ട്രെയിനി ആയിട്ട് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. ഞാൻ ഈ സൂചിപ്പിച്ച ഡിപ്ലോമ അല്ലെ എഞ്ചിനീയറിങ്, ഈ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്ക്. എവിടെയൊക്കെയായിരിക്കും വേക്കൻസി ഉള്ളത്? കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, വയനാട്, പാലക്കാട്, മലപ്പുറം, മിക്കവാറും ജില്ലകളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇതിലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ 18-ാം തീയതിയും 19-ാം തീയതിയും കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, BTech അല്ലെങ്കിൽ ഡിപ്ലോമ, അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ, ഇലക്ട്രിക്കലിലോ, അല്ലെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലോ, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷനിലോ ഒക്കെ കഴിഞ്ഞവർക്ക് വാക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ 3 അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. അതിലൊന്ന് ഫ്രഷേഴ്സിന്റെ അവസരങ്ങളാണ്. മിക്കവാറും എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട്. മറ്റ് 2ഉം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവസരങ്ങളാണ് എന്നുള്ള കാര്യം അറിയുക. ഇനി നമുക്ക് TCSലേക്കുള്ള ഒരു വമ്പൻ റിക്രൂട്ട്മെന്റിന്റെ അനൗൺസ്മെന്റ് ഒന്ന് മനസ്സിലാക്കാം. TCS BPS ഓഫ് ക്യാമ്പസ് ഹയറിംഗ്. BPS എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് സർവീസസ്. അവരുടെ വിവിധ ബാക്ക് എൻഡ് ഓപ്പറേഷൻസിലേക്കാണ് ഈ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ജോബ് റോള് ഡേറ്റ പ്രോസസ്സിംഗ്, ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് എന്നുള്ളതായിരിക്കും. ജോബ് ലൊക്കേഷൻ ഹൈദരാബാദ് ആയിരിക്കും. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? BCom അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് IT, BCA അല്ലെ BA, BBA, BMS, BBM, BAF, BBI, ഇങ്ങനെയൊക്കെയുള്ള വിവിധ കോഴ്സ് 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇവർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം, 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം, മിനിമം 50% മാർക്സ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA 10th ഓൺവേർഡ്സ് നേടിക്കുക. അതായത് 10th-ലും 12th-ലും ഡിഗ്രിക്കും മറ്റേതെങ്കിലും ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം 50% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് കാണില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്.
18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. ഓർക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള ഒരു നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് ഹൈദരാബാദ് വെച്ചിട്ടായിരിക്കും. അതിൻ്റെ ഡേറ്റ് ഇവിടെ 24-ാം തീയതി മാർച്ചിലാണ്. അപ്പോൾ ഹൈദരാബാദിൽ പോകാൻ തയ്യാറായിട്ടുള്ളവർ ഇതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുവാനായിട്ട് TCSൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ. അതിൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ, ഹൈദരാബാദിൽ 24-ാം തീയതി നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ. ഇനി നമുക്ക് 2 IT അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒരവസരം ഇൻഫോ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണെങ്കിൽ, മറ്റൊരു അവസരം ഫിജിറ്റ്സു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രമുഖമായിട്ടുള്ള കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇൻഫോ പാർക്കിലുള്ള ക്ലോഡിയം ഈ ഒരു കമ്പനിയിലേക്ക് BCA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസിലോ ഒക്കെ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. 2023-ലോ 2022-ലോ പാസ്ഔട്ടുള്ള ഫ്രഷേഴ്സിനായിരിക്കും ഈ ഒരു അവസരമുള്ളത്. ഇവരൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഫേസ് ടു ഫേസ് ടെക്നിക്കൽ ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അപ്പോൾ കൊച്ചി ഇൻഫോ പാർക്കിലെ ക്ലൗഡിയത്തിലേക്ക് BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc BSc ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന 2022-ലും 2023-ലും പാസ്ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണിത്. ഇനി ഫിജിറ്റ്സുവും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ട്രെയിനി എന്ന അവസ്ഥയിലേക്കായിരിക്കും. പൂനെ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, നോയിഡ പോലെയുള്ള ലൊക്കേഷനിലേക്കാണ് ഈ ഫിജിറ്റ്സു ഹയർ ചെയ്യുന്നത്. ഇതും 2022-ലും 2023-ലും പാസ്ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരമുള്ളത്. BTech അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് തുടങ്ങിയ ബ്രാഞ്ച് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ BSc കമ്പ്യൂട്ടർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനായിരിക്കും അവസരം. ഏതെങ്കിലും IT ടെക്നോളജിയിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 വേക്കൻസി, ഫിജിറ്റ്സുവിലെയും ഈ ഇൻഫോപാർക്ക് കമ്പനിയിലെയും വേക്കൻസിയുടെ ഒക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിൻ്റെ ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. കോഴിക്കോട് ഗവൺമെൻറ് സൈബർ പാർക്ക്, കോഴിക്കോട് ആക്ച്വലി 2 സൈബർ പാർക്ക് ഉണ്ട്. ഒന്ന് UL സൈബർ പാർക്കാണ്, ഊറാറങ്കൽ സൊസൈറ്റിയുടെ. മറ്റൊന്ന് ഗവൺമെൻറ് സൈബർ പാർക്കിലാണ്. ഗവൺമെൻറ് സൈബർ പാർക്കിലുള്ള അയോക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിലേക്ക് 2 തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവ് ആണ്, മറ്റൊന്ന് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. 2 നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവായിട്ട് റിമോട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഈ 2 വേക്കൻസിയുടെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് യയോക്കോഡ് എന്ന് സെർച്ച് ചെയ്തോ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഫ്രഷേഴ്സിന് 85,000 രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കുന്ന 100ഓളം ഒഴിവുകളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, നമുക്ക് പരിചിതമായിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഇവരെ ഒരു റിക്രൂട്ട്മെന്റ് ഓഫ് 100 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, സ്കെയിൽ 1-ൽ 100 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നിങ്ങൾക്ക് 12/4 അതായത് ഏപ്രിൽ 12-ാം തീയതി വരെ അപേക്ഷിക്കാം. എന്നാൽ ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നത് മാർച്ച് 21-ാം തീയതി ആയിരിക്കും. അതേപോലെ മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന ഒരു ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒക്കെ വെളിച്ചത്തിലായിരിക്കും ഈ ഒരു സെലക്ഷൻ നടക്കുക. പിന്നീട് ഇതിൻ്റെ മെയിൻ എക്സാമിനേഷനും ഒക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തിലൊക്കെ ആയിരിക്കും അവസരങ്ങൾ, ഓൺലൈനിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് അവസരങ്ങൾ ഉള്ളത് എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും. അക്കൗണ്ട്സിൽ 20 പേരെ നിയമിക്കുന്നുണ്ട്, ആക്ച്വറിയൽ സയൻസിൽ 5 പേരെ, എഞ്ചിനീയറിംഗ് 15 പേരെ, എഞ്ചിനീയറിംഗിൽ തന്നെ IT-ൽ 20 പേരെ നിയമിക്കുന്നുണ്ട്. മെഡിക്കൽ ഓഫീസറായിട്ട് അത് MBBSകാർക്കൊക്കെ ഉള്ള അവസരങ്ങളാണ്, 20 പേരെ നിയമിക്കുന്നുണ്ട്. ലീഗൽ 20 പേരെ. ഇങ്ങനെയാണ് 100 പേരുടെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർവീസ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. അത് ഇതിൻ്റെ എൻറോൾമെന്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 50,000 മുതൽ 96,765 വരെയാണ് പേ സ്കെയില്. തുടക്കത്തിൽ നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുക 85,000 റുപ്പീസ്, ഇന്ത്യൻ രൂപ 85,000 ആയിരിക്കും, 85,000 ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം.
ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 31/12/2023 പ്രകാരം അറ്റൈൻ ചെയ്തിരിക്കണം. അതായത് കഴിഞ്ഞ വർഷം 31-ാം തീയതി വെച്ചിട്ട് ഈ ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി നേടുക എന്നുള്ളതാണ് അതാത് വിഷയങ്ങളിൽ, അത് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇവിടേക്ക് വന്നാൽ ഓരോ മേഖലയിലുമുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ BCom വിത്ത് മിനിമം 60% മാർക്സ്, അല്ലെ MBA ഫിനാൻസ് കഴിഞ്ഞവർക്ക്, അല്ലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അല്ലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ആക്ച്വറിയലിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ആക്ച്വറിയൽ സയൻസ് 60% കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ആക്ച്വറിയൽ സയൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അവിടെ മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഡിഗ്രിക്കാർക്ക് 60% മാർക്ക് നേടിയിരിക്കണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി എഞ്ചിനീയേഴ്സ് IT-യിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസിലോ IT-യിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഒക്കെ 60% മാർക്കോടെ കഴിഞ്ഞവർക്ക്, അല്ലെ ME MTech ഇതേ മേഖലകളിൽ തന്നെ IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. എന്നാൽ അവിടെ മാർക്ക് പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമല്ല. MCA വിത്ത് 60% ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി മറ്റ് എഞ്ചിനീയേഴ്സ്, IT അല്ലാത്ത മറ്റ് എഞ്ചിനീയേഴ്സിന് BTech, അത് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കെമിക്കൽ, പവർ, ഇൻഡസ്ട്രിയൽ, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ 60% മാർക്കിൽ നേടിയവർക്ക് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് ഈ മേഖലയിലൊക്കെ കഴിഞ്ഞവർക്ക് മാർക്ക് പെർസെൻറ്റേജ് പ്രശ്നമല്ല. ഡോക്ടേഴ്സായിട്ട് MBBS കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ലീഗൽ അവസരങ്ങളിലേക്കായിട്ട് ഇവിടെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നൽകുന്നുണ്ട്. മെഡിക്കൽ കമ്മീഷണർ, ഡെന്റൽ കൗൺസിൽ, അങ്ങനെയുള്ള ഇത് വേണം. അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ഇൻ ലോ വിത്ത് മിനിമം 60% മാർക്കുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഏജ് 31/12, അതായത് 2023 ഡിസംബർ 31-ാം തീയതി പ്രകാരം 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. എന്നാലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും SC STക്കാർക്ക്, അതേപോലെ ബാക്ക്വേർഡ് ക്ലാസ്സുകാർക്ക്, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർക്ക് കുറേ എന്താ പറയുക റിലാക്സേഷൻ ഏജിൽ നൽകിയിട്ടുണ്ട്. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു, ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഫൈനൽ സെലക്ഷൻ എങ്ങനെയായിരിക്കും അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നൽകുന്നുണ്ട്. ഓർക്കുക, ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. 1000 rupees ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ SC STക്കാർക്ക്, അല്ലെ ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർക്ക് 250 രൂപ പേ ചെയ്താൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലുമൊക്കെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഓർക്കുക, 18-ാം തീയതി മാർച്ച് മുതലായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിക്കുക. 100 ഒഴിവുകൾ ഓറിയന്റൽ ഇൻഷുറൻസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് 8 കമ്പനിയിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിന് ഞാൻ സൂചിപ്പിച്ചു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുമെന്ന്. മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെ രജിസ്ട്രേഷൻ ആർക്കും ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.